ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് അർജന്റീനയോട് പരാജയപ്പെട്ടത് ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങൾക്കും അതുപോലെ തന്നെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്കും വളരെയധികം ക്ഷീണം ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡൊറിവാൽ ജൂനിയർ പുറത്തേക്ക് പോവുകയാണ്. CBFന്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പകരം ആരെ കൊണ്ടുവരും, ആരെ ലഭിക്കും, ആരെ എപ്പോൾ നിയമിക്കാൻ കഴിയും എന്ന കാര്യത്തിലാണ് CBFന് ഇപ്പോൾ ആശങ്കകൾ ഉള്ളത്. വെള്ളിയാഴ്ച CBFന്റെ പ്രസിഡന്റും ഡൊറിവാൽ ജൂനിയറും തമ്മിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഡൊറിവാൽ ജൂനിയറെ പുറത്താക്കിയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പകരം ആഞ്ചലോട്ടിയെ കൊണ്ടുവരാനാണ് ബ്രസീൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ബ്രസീലിന്റെ പ്ലാൻ എ എന്നുള്ളത് ആഞ്ചലോട്ടി തന്നെയാണ്. പക്ഷെ അത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം മാത്രമാണ് അക്കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുക. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി ആഞ്ചലോട്ടിയെ ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ഇപ്പോൾ ബ്രസീൽ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്ന് ഫിലിപ്പെ ലൂയിസ് ആണ്. പക്ഷെ ഫിലിപ്പെ ലൂയിസ് ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം നിലവിൽ ഫ്ലമംഗോയെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ തന്നെ ബ്രസീലിന്റെ ദേശീയ ടീമിന്റെ ആ ഒരു പരിശീലക സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഫിലിപ്പെ ലൂയിസ് ഉള്ളത്. ഇനി മറ്റൊരു ഓപ്ഷൻ അത് മുൻപ് ബ്രസീലിനെ പരിശീലിപ്പിച്ച ടിറ്റയാണ്. ടിറ്റയ്ക്ക് കീഴിൽ ബ്രസീൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CBF ടിറ്റയെ കൂടി പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗോൾ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എയ്ബൽ ഫെരേര എന്ന പരിശീലകനെ പരിഗണിക്കുന്നുണ്ട്. പോർച്ചുഗീസ് പരിശീലകനാണ്. അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവരെ മികച്ച രൂപത്തിൽ കൊണ്ടുപോവാൻ ഇപ്പോൾ ഫെരേരയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പരിശീലകൻ റനാറ്റോ ഗൗച്ചോയാണ്. ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഗ്രിമിയോയെ പരിശീലിപ്പിച്ച പരിശീലകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ തിയാഗോ മൊട്ടയുടെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് റൂമറുകളുണ്ട്. പക്ഷേ ബ്രസീൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിയെയാണ്. ആഞ്ചലോട്ടിയെ ലഭിച്ചിട്ടില്ലെങ്കിലാണ് ഈ ഒരു ഓപ്ഷനുകൾ ബ്രസീൽ പരിഗണിക്കുക എന്നാണ് ഗോൾ ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.